ഹായ്. അപ്പോൾ നമ്മൾ SAT ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 9th സ്റ്റാൻഡേർഡിന്റെ വിശാല സമതല ഭൂവിൽ എന്നുള്ള ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഭാഗങ്ങൾ കണ്ടിട്ട് വേണം ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ അതിൽ സമതലത്തെ പറ്റിയിട്ടാണ്, വിശാല സമതല ഭൂവിൽ, അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തെ പറ്റിയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ അത്യാവശ്യം നമ്മൾ അതിന്റെ ഡിവിഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തി? 4ആയിട്ട് നമ്മൾ തിരിച്ചു. രാജസ്ഥാൻ സമതലം, അതുപോലെ പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെ നമ്മൾ തിരിച്ചു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഈ ബ്രഹ്മപുത്ര സമുദ്രം പറഞ്ഞ സമയത്ത് നമ്മൾ എവിടെ വെച്ച് നിർത്തിയിരുന്നത്? അലൂവിയൽ ഫാൻസ് കൊണ്ടിട്ടാ നിർത്തിയിട്ടുണ്ടായിരുന്നത്. എന്താണ് അലൂവിയൽ ഫാൻസ്? എക്കൽ വിശറികളാണ് അലൂവിയൽ ഫാൻസ് എന്ന് പറയുന്നത്. അതായത് നദി ഉത്ഭവിച്ചിട്ട് നദി എങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ? സമതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. അപ്പൊ മൗണ്ടനിൽ നിന്നെല്ലാം ഉത്ഭവിച്ചിട്ട് നദി സമതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മൗണ്ടന്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ അടിവാരത്ത് എന്ത് ചെയ്യാണ്? അവസാദങ്ങൾ ഒരു ഫാൻ ഷേപ്പിൽ നിക്ഷേപിക്കുകയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് ഫാൻ ഷേപ്പിൽ ഈ അവസാദങ്ങൾ നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ എക്കൽ വിശറികൾ അഥവാ അലൂവിയൽ ഫാൻസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ എക്കൽ വിശറികൾ അഥവാ അലൂവിയൽ ഫാൻസ് എന്ന് നമ്മൾ പഠിച്ചു. എന്ത്? നമ്മളുടെ ബ്രഹ്മപുത്ര സമുദ്രത്തിൽ. ഇനി നമുക്ക് കുറച്ചും കൂടെ ഭൂരൂപങ്ങൾ പഠിക്കാനുണ്ട്. എന്താണ്? ഓക്സ്ബോ തടാകങ്ങൾ അഥവാ മിയാൻഡറുകളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം, ഒരു നദി എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, നദിക്ക് 3 ഘട്ടമുണ്ട്: ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം. ഉപരിഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദി എവിടെയാണോ ഉത്ഭവിക്കുന്നത്, അതിന്റെ പ്രഭവസ്ഥാനം ഉൾക്കൊള്ളുന്ന ആ ഭാഗമാണ് ഉപരിഘട്ടം എന്ന് പറയുന്നത്. ഉപരിഘട്ടത്തിൽ നദി ഹിമാലയയിൽ നിന്നൊക്കെ ആയിരിക്കും ഉത്ഭവിക്കുന്നത്. അപ്പൊ അവിടെ നിന്നൊക്കെ എന്താണ്, ആ സമയത്ത് നദിക്ക് ഒഴുക്കൊക്കെ കുറഞ്ഞിട്ട്, അതാണ് ഹിമാലയയുടെ ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ആ ഭാഗത്ത് എന്ത് കൂടുതലായിരിക്കും? ഇങ്ങോട്ട് വരുന്തോറും കൈവഴികളൊക്കെ പോഷക നദികൾ കൂടുതലായിരിക്കും. മധ്യ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ആണ് എന്ത് ചെയ്യാൻ തുടങ്ങുക? ഇവിടേക്ക് ഇറോഷൻ നടത്തി മധ്യഘട്ടത്തിലേക്ക് എത്തുമ്പോഴും അവിടെ ഡിപ്പോസിഷനും ഇറോഷനും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് താഴ്ഭാഗത്തേക്ക് നമ്മുടെ നദീമുഖത്തിലേക്ക് വരും. നദീമുഖം എന്ന് പറയുന്നത് ഓഷനിലേക്ക് കടക്കുന്ന ആ ഒരു ഭാഗമാണ്. അപ്പൊ ഈ നദിയുടെ ഈ 3 ഘട്ടങ്ങളിലൂടെ ഒഴുക്കിനിടയിൽ നമുക്ക് പല ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് അപർദനവും നടത്തുന്നുണ്ട്, നിക്ഷേപണവും നടത്തുന്നുണ്ട്. നിക്ഷേപണം നടത്താൻ ചാൻസ് എന്ന് പറയുന്നത് സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം മുതൽ ഇങ്ങോട്ടേക്കാണ്. എന്നാൽ അതിനു മുമ്പ് നടത്തുന്നത് എന്തായിരിക്കും? നദിയുടെ ഒഴുക്ക് കൂടുന്ന സമയത്ത് നദി ചെയ്യുന്ന എന്തായിരിക്കും? അപർദനായിരിക്കും കൂടുതലും ചെയ്യുന്നത്. എന്നാൽ നദി ഒഴുകി അതിന്റെ ഒഴുക്ക് സമുദ്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നദിയിലുള്ള അവസാദങ്ങളൊക്കെ നിക്ഷേപിക്കാണ് താഴ്ന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ബേസ് ആയിട്ട് പറഞ്ഞത് മാത്രം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് എക്കൽ വിശറികൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അത് കൂടുതലും നമ്മൾ ബ്രഹ്മപുത്ര സമുദ്രത്തോട് ചേർന്നിട്ട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മിയാൻഡറുകളെ പറ്റിയിട്ടും ഓക്സ്ബോ തടാകത്തെ പറ്റിയിട്ടുമാണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്താണ് മിയാൻഡർ എന്ന് പറയുന്നത്? ഈ നദി ഒഴുകുന്നുണ്ട്. അപ്പൊ നദി ഒഴുകാണ്, നദി നല്ല ഫ്ലോയിൽ തന്നെ ഒഴുകി വരുന്നു. അത് സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നദിയുടെ ഒഴുക്ക് കുറയും. നദിയുടെ ഒഴുക്ക് കുറയുമ്പോൾ നദി എന്ത് ചെയ്യും? നദിയുടെ ഒഴുക്ക് സ്പീഡ് കുറഞ്ഞു. അപ്പോൾ ഒഴുക്ക് കുറയുമ്പോൾ അവസാദങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങും? നിക്ഷേപിക്കപ്പെടാൻ തുടങ്ങും. അങ്ങനെ നിക്ഷേപിക്കപ്പെടാനും കൂടെ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? നദി ഇങ്ങനെ വളഞ്ഞ് ഒഴുകാനായിട്ട് തുടങ്ങും. നദി വളഞ്ഞൊഴുകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം, നദി വളഞ്ഞൊഴുകുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ ഈ മിയാൻഡറുകളൊക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നദി ഇത് മാത്രമല്ല, എന്തും കൂടെ ഉണ്ട്. നമ്മുടെ ഭൂമിയുടെ റൊട്ടേഷനും അതുപോലെ കോറിയോലിസിസ് ഫോഴ്സും കൂടെ ഇവിടെ ബാധകമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പോൾ നദി വളഞ്ഞു പൊളഞ്ഞ് ഒഴുകാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇവിടെ ഡിപ്പോസിഷൻ ആണോ നടക്കുന്നത് അല്ലെങ്കിൽ ഇറോഷൻ ആണോ നടക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ രണ്ടും നടക്കുന്നുണ്ട്. ഡിപ്പോസിഷനും നടക്കുന്നുണ്ട്. ലാറ്ററൽ ഇറോഷനും ഡിപ്പോസിഷനും നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന് ഇങ്ങനെ ഒരു ഫോം നമുക്ക് കൈവരിക്കാൻ സാധിക്കുക. അപ്പോൾ നദി ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഒഴുകുകയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കാതെ ഇങ്ങനെയാണ് നടക്കുക. അപ്പൊ ഇങ്ങനെ നദി ഒഴുകുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയാണ്? മിയാൻഡറിങ് എന്ന് പറയാണ്. വളഞ്ഞൊഴുകുന്ന നദി സമുദ്രത്തിലേക്ക് കടക്കുമ്പോൾ സ്പീഡ് കുറയുന്നു, അവസാദങ്ങൾ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നിക്ഷേപം വരുന്നു. അപ്പൊ ഇവിടെ എന്ത് നടക്കാണ്? ഒരു ഭാഗത്ത്
ഇറോഷനും ഒരു ഭാഗത്ത് ഡിപ്പോസിഷനും ഒരു ഭാഗത്ത്. ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ഒരു സൈഡിൽ നടക്കുക എന്തായിരിക്കും, ഇറോഷൻ ആയിരിക്കും. അപ്പൊ അവിടെ ഇറോഷൻ നടക്കുമ്പോൾ അവിടെ കുഞ്ഞ് അവിടെ നദി കയറി വരും. ഇനി ഒരു ഭാഗത്ത് നടക്കുക എന്തായിരിക്കും, ഡിപ്പോസിഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെ രണ്ടും കൂടെ ചേർന്നാണ് നമ്മുടെ മിയാൻഡ്രിങ് നടക്കുക എന്നുള്ളത് പഠിച്ചു വെക്കുക. ഇനി എന്താണ്, മിയാൻഡ്രിങ് നടന്നു. അത് മിയാൻഡ്രിങ് നടന്നു കഴിഞ്ഞ് നദി ഒഴുക്ക് കുറയുന്ന സമയത്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നദിക്ക് ഒഴുക്ക് കൂടുന്നൊരവസ്ഥയാണെന്ന് വിചാരിക്കുക. നദി ഒഴുക്ക് കൂടുമ്പോൾ ഈ പറയുന്ന വളയൽ എന്ത് ചെയ്യും, വളയില്ല. പകരം നദി എന്ത് ചെയ്യാണ്, ഇങ്ങോട്ടേക്ക് ഒഴുക്ക് പ്രാപിക്കും. സ്ട്രെയിറ്റ് ആയിട്ട് നദി ഒഴുകാൻ വേണ്ടിയിട്ട് ഇതാക്കും. അപ്പൊ എന്ത് സംഭവിക്കും, അപ്പൊ സംഭവിക്കുന്നത് എന്താണ്, ഇവിടെ ഒരു കര ഫോം ചെയ്യല്ലേ. ഈ പറയുന്ന ഒരു മണൽത്തിട്ടയാണ്. ഇവിടെയും നമുക്ക് ഈ പറയുന്ന പോലെ എന്ത് നടക്കുന്നുണ്ട്, ഇറോഷനും നമ്മുടെ ഡിപ്പോസിഷനും നടക്കുന്നുണ്ട്. അപ്പൊ നദിയുടെ ഒഴുക്ക് കൂടുന്ന സമയത്ത് നദി സ്ട്രെയിറ്റ് ആയിട്ട് ഒഴുകാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ ആരായിട്ട് മാറും, ഈ പറയുന്നത് ഇവിടെ ഓക്സ്ബോ തടാകമായിട്ട് മാറും. ഓക്സ്ബോ തടാകമായിട്ട് ഇതിൽ നിന്ന് അപ്പൊ ഇവിടെ വീണ്ടും നദിയുടെ ഇതിൽ ഡിപ്പോസിഷൻ സംഭവിക്കല്ലേ. അപ്പൊ അങ്ങനെ മാറിയിട്ട് എന്തായിട്ട് മാറും, ഇത് ഓക്സ്ബോ തടാകമായിട്ട് മാറാണ്. മനസ്സിലായോ എങ്ങനെയാണ് ഓക്സ്ബോ തടാകം ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലായോ? അപ്പൊ മിയാൻഡ്രിങ് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ നടക്കുന്നതാണ് എന്ത്, ഓക്സ്ബോ തടാകങ്ങളുടെ രൂപീകരണം എന്ന് പറയുന്നതും. അപ്പോൾ ഇത് ഉണ്ടാവുന്നതിന്റെ കാരണമായിട്ട് നമ്മൾ ഈ നദിയുടെ ഒഴുക്കിന്റെ ആ ഒരു വേഗത കുറയുന്നത് മാത്രമല്ല, എന്തും കൂടെ ഉണ്ട്, റൊട്ടേഷൻ, ഭൂമിയുടെ റൊട്ടേഷനും അതുപോലെ കോറിയോലിസിസ് പ്രഭാവവും കൂടെ കാരണമാകുന്നുണ്ടെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. തീർച്ചയായിട്ടും പറയുന്നില്ല. അപ്പോൾ ഈ മിയാൻഡ്രിങ് എന്ന് പറയുന്നത് എന്താണ്, നദി വളഞ്ഞ് ആദ്യം സമുദ്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് കുറയുന്നു. അപ്പോൾ അതിന്റെ ഡിപ്പോസിഷൻ തുടങ്ങുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, നദി ആ സമുദ്രത്തിൽ വളഞ്ഞ് ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. അങ്ങനെ വളഞ്ഞൊഴുകുന്ന നദി വൺസ് എപ്പോഴെങ്കിലും ഒഴുക്ക് തിരിച്ചതിന്റെ പൂർവ്വശക്തിയിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, നദി എല്ലാം കൂടുമ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് ഒഴുകുന്നു. അപ്പോൾ ഇവിടെ ഓക്സ്ബോ തടാകമായിട്ട് രൂപം കൊള്ളുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്, മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും. അപ്പൊ നമ്മൾ ആദ്യം എക്കൽ വിശകയെ പറ്റി പഠിച്ചു. അത് ഒരു പർവ്വതത്തിന്റെ അടിത്തട്ടില് ഫാൻ ഷേപ്പിൽ രൂപം കൊള്ളുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പഠിച്ച രണ്ട് ഭൂരൂപങ്ങളാണ്. ആദ്യം നമ്മൾ മിയാൻഡറിനെ പറ്റി പഠിച്ചു, അതിനുശേഷം ഓക്സ്ബോ തടാകത്തെ പറ്റി പഠിച്ചു. അപ്പോ നദി താരതമ്യേന ചരിവ് കുറഞ്ഞതോ നേരിയ ചരിവുള്ളതോ ആയ പ്രദേശങ്ങളിലേക്ക്, അതായത് സമതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നാണ് ഉദ്ദേശിച്ചത്. താരതമ്യേന ചരിവ് കുറഞ്ഞതോ അല്ലെങ്കിൽ നേരിയ ചരിവുള്ളതോ ആയിട്ടുള്ള ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, അവസാദ നിക്ഷേപങ്ങൾ, നമ്മൾ പറഞ്ഞില്ലേ, നിക്ഷേപങ്ങൾ അവിടെ അടിഞ്ഞുകൂടാൻ ഒഴുക്ക് കുറയുമ്പോൾ നിക്ഷേപിക്കപ്പെടാൻ സാധ്യത വന്നു. അപ്പൊ ആ നിക്ഷേപങ്ങൾ എന്ത് ചെയ്യാണ്, നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും എന്ന് പറയാണ്, നദി വളഞ്ഞു ഒഴുകിയിട്ട് വലയങ്ങളെയാണ് നമ്മൾ മിയാൻഡറിങ് എന്ന് പറഞ്ഞത്. അപ്പൊ വലയങ്ങൾ സൃഷ്ടിക്കുന്നു. അതിന്റെ തുടർച്ചയായ അപർദന നിക്ഷേപണ പ്രക്രിയ, നമ്മൾ പറഞ്ഞു ഒരു ഭാഗത്ത് അപർദനം നടക്കും, മറ്റൊരു ഭാഗത്ത് നിക്ഷേപണം നടക്കും. അപ്പോ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യാണ്, വലയങ്ങൾ കൂടുതൽ വളയാണ്. ഈ വലയം മീൻസ് മിയാൻഡറിങ് കൂടുതൽ വളയുകയാണ്. പിന്നീട് നദിയുടെ ഒഴുക്ക് കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നദി നേർഗതി വ്യാപിക്കുകയും ആ മറ്റു ഭാഗത്തു നിന്ന് വളഞ്ഞൊഴുകിയ ഭാഗം ഉണ്ടല്ലോ അത് വേർപെട്ടിട്ട് ആരായിട്ട് മാറുന്ന പറയുന്നത്, ഒറ്റപ്പെട്ട തടാകമായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് ഓക്സ്ബോ തടാകം ഉണ്ടാവുന്നത്. മനസ്സിലായോ, ക്ലിയർ ആയോ? ഇതാണ് SCERT പറയുന്ന ഭൂരൂപമായിട്ട് നദിയുടെ ഒഴുക്കിൽ പറയുന്നത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറയുന്ന നദിയുടെ ഒഴുക്കിന് നദി വലയങ്ങൾ എന്നോ അല്ലെങ്കിൽ നദി മിയാൻഡറിങ് എന്നോ ആണ് പറയുന്നത്. ക്ലിയർ. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് നദിയുടെ നമ്മുടെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ സമതലങ്ങളെ നമ്മൾ 4 ആയിട്ട് തിരിച്ചതല്ലാതെ ഇത് നമ്മൾ എങ്ങനെ തിരിക്കുന്നുണ്ട്, ബാബർ, ടെറായി, എക്കൽ സമതലങ്ങൾ എന്ന് പറഞ്ഞിട്ട് തിരിക്കുന്നുണ്ട്. അത് നമ്മുടെ വടക്ക് നിന്ന് എങ്ങോട്ട് തെക്കോട്ടായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ ഈ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ എന്താണ്, ഒന്നുമേ പറഞ്ഞിട്ടില്ല. നദി സമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഭൂരൂപങ്ങളായ ഓക്സ്ബോ തടാകത്തെ പറ്റിയിട്ടും മിയാൻഡറുകളെ പറ്റിയിട്ടും നമ്മൾ പഠിച്ചു. ആദ്യം മിയാൻഡർ, അത് പിന്നീട് ഓക്സ്ബോ തടാകമായിട്ട് മാറുന്നു പഠിച്ചു. അതുപോലെ ബ്രഹ്മപുത്രയിലാണ് നമ്മൾ എടുത്തു പഠിച്ചത്. എന്നാലും എല്ലാ നദികളും തന്നെ ഉണ്ടാക്കുന്നുണ്ട് എന്താ, എക്കൽ വിശകകൾ എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ താങ്ക് യു.